നമ്മൾ അമ്പലത്തിലേക്ക് സംഭാവനയും വഴിപാടും ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? എന്നാൽ അമ്പലം സംഭാവന കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതും 75 ലക്ഷം രൂപ. ആർക്കാന്നറിയോ? നമ്മുടെ താരസംഘടനയ്ക്ക്. എന്തൊരു കഷ്ടം അല്ലേ? ദൈവത്തിനേക്കാളും വലിയ ആളുകളാണല്ലോ നമ്മുടെ താരങ്ങള്. ദല്ലാൽ നന്ദകുമാർ. എത്ര തവണ കേട്ട പേരാണത്. പക്ഷെ കേട്ടത് മുഴുവൻ ഇത്തരം വള്ളി കേസുകളാ. നന്ദകുമാറിന്റെ വള്ളി പിടിച്ച പ്രമുഖരുടെ ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ, വളരെ വലുതാ. അതിലേറ്റവും പുതിയതാണ് നമ്മുടെ അമ്മ സംഘടന. 75 ലക്ഷം രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ? ജനങ്ങളുടെ പണമല്ലേ അത്? ഇതൊക്കെ വാങ്ങുന്ന താരസംഘടനേൻ്റെ ആളുകളെയുമാണ് കേട്ടോ തൊഴാൻ. അമ്മേ, നാണം തോന്നുന്നില്ലേ? കുറച്ച് ഉളുപ്പ് തോന്നുന്നില്ലേ ഈ പണമൊക്കെ വാങ്ങാൻ? ഇനി നമ്മുടെ അമ്മ സംഘടന, സിനിമാ സംഘടന, താരസംഘടന, വിവാദം ഒഴിഞ്ഞ ഒരു കാലം ഈ സംഘടനയ്ക്ക് ഉണ്ടായിട്ടില്ല. എപ്പോഴും പ്രശ്നങ്ങളാണ്. നമ്മുടെ ഈ ദൃശ്യം സിനിമ വരുമ്പോൾ മാത്രം കാണുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അൻസിബ ഹസൻ. അവരാണ് പുതിയ താരം, വിവാദ താരം. അൻസിബ എന്തൊക്കെയോ പറയുന്നു, ടിനി ടോം തിരിച്ചു പറയുന്നു. ഇവരെ രണ്ടുപേരും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വൈകുന്നേരം ചാനലിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ അധ്വാനിക്കുന്നു. എന്തൊക്കെ കോമഡിയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എൻ്റെ ഒരു സംശയമാണ്, എന്താണ് ഈ അമ്മ സംഘടന കൊണ്ട് കേരളത്തിന് കിട്ടുന്നൊരു ഉപകാരം എന്താണ്? നമ്മൾ എന്തെങ്കിലും അമ്മേനെ വിമർശിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പറയും അവരെന്തൊക്കെയോ കൈനീട്ടം കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവരെ കൊണ്ടുള്ളൊരു ഉപകാരം? എന്താണ്? വിവാദം മാത്രം ഉണ്ടാക്കി നടക്കുന്ന ഒരു കൂട്ടം, ഏതോ യൂണിവേഴ്സിൽ ജീവിക്കുന്ന കുറേ ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടന, അതാണ് അമ്മ. ഇതിൻ്റെ ഭാരവാഹിത്വത്തിലുണ്ടല്ലോ കുക്കു പരമേശ്വരനൊക്കെ ഉണ്ട്. ഈ കുക്കു പരമേശ്വരനൊക്കെ ഒരു സിനിമയിൽ കണ്ടിട്ട് തന്നെ എത്ര കാലമായി. ഭാരവാഹി ആവാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ആളുകളാണ്. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാല്, അങ്ങനെ കുറേ ആളുകളൊക്കെ പേര് കേൾക്കാം. ഇവരൊക്കെ ഏത് സിനിമയിലാണുള്ളത്? ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ശ്വേതാമേനോൻ്റെ ഒരു ബൈറ്റ് ഒരു ടി വിയിൽ കണ്ടു. ഈ ഭാരവാഹിത്വത്തിലിരിക്കുമ്പോൾ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളായിരിക്കണം എന്നൊക്കെ. അല്ല, അത് ശരിയാ, സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്കൊന്നും വരാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ആളുകളെ മാത്രം ഇവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ? ടിനി ടോം പറയുന്നത് കേട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് സൂപ്പർ താരമായതെന്ന്. സൂപ്പർ താരമായതേ. അൻസിബ പറയുന്നത് അനുകൂലിക്കാൻ കുറേ പേര്, എതിർക്കാൻ കുറേ പേര്. അതിൻ്റെ തെളിവുകള് എന്തൊക്കെയാ നടക്കുന്നത് ഈശ്വര. ചാനലുകളിലൊക്കെ എന്നും വൈകിട്ട് ചർച്ച ഇത് തന്നെ. ഇനി ഇതുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകാരും ഉണ്ടേ. അവരിങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് അമ്മയത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് കേൾക്കാം. അതിലൊരുത്തന് ഇപ്പോൾ ഈ ദൃശ്യം 3 അഭിനയിച്ചുണ്ട്. അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകൾ. ഈ അൻസിബ ഹസൻ അമ്മ സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്നിട്ട് ഇപ്പം എത്ര കാലമായി? ഇതൊന്നും വളരെ കുറച്ച് കാലമല്ലായിട്ടുള്ളൂ. അന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര വാർത്തയായിരുന്നു. വിപ്ലവമല്ലേ കേരളത്തിലുണ്ടായത്? അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ മാത്രം വരുന്നു, എന്തൊക്കെയായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ശ്വേതാമേനോൻ വന്ന പോലെയായിരുന്നു നമ്മുടെ മുഖ്യധാര പത്രങ്ങളും ചാനലുകളും ഒക്കെ വാർത്ത കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു വലിയ വിപ്ലവം കേരളത്തിൽ നടന്നു എന്നുള്ള രീതിയിലാണ് അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഇപ്പം മുഴുവൻ സ്ത്രീകൾ വരുന്നു, എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത ചാനലുകളിൽ. അതിൻ്റെ പേരിലും കുറേ ചർച്ച, അതിലും കുറേ ആളുകൾ ഇരുന്ന് വെളുപ്പിച്ച് ഭയങ്കര സംഭവമാക്കി. കുറേ ആൾക്കാർ മോഹൻലാലിനെ കുറ്റം പറയുന്നു, കുറേ ആൾക്കാർ മമ്മൂട്ടിയെ കുറ്റം പറയുന്നു. ഇത് ഈ സംഘടനയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം. എല്ലാ കാലത്തും ഈ തമ്മിത്തല്ലും കുതികാൽ വെട്ടും ഇത്തരം പരദൂഷണങ്ങളും ഇത് മാത്രമാണ് ഇവർക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങളാണ് എല്ലാ കാലത്തും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇവർ മാറി അടുത്ത ആൾ വന്നാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും പ്രശ്നം. കുറച്ച് മുന്നേ ദിലീപിൻ്റെ പ്രശ്നം ഉണ്ടായി, പിന്നെ ദിലീപിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി, പിന്നെ അങ്ങനെ എല്ലാ കാലത്തും പ്രശ്നങ്ങളോട് പ്രശ്നം മാത്രമുള്ളൊരു സംഘടനയാണ് അമ്മ. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വിവാദം കൂടെ ഉണ്ടായിരുന്നു. അശ്വന്ത് ഗോക്ക് പണം വാങ്ങി റിവ്യൂ ചെയ്തു. ഒരു പ്രൊഡ്യൂസർ വാർത്താ സമ്മേളനം വിളിക്കുന്നു, മാധവ് സുരേഷ് വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയോ പറയുന്നു. ആ വിവാദം അതിൻ്റെ വേറൊരു വഴിയിലൂടെ. എനിക്ക് പറയാനുള്ളത്, അഭിനയിക്കാനൊക്കെ പഠിച്ചിട്ട് ഒരു സിനിമയിൽ നായകനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ വിവാദമൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. മിനിമം ആദ്യം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അഭിനയിക്കാനൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്.
അപ്പോൾ നമ്മൾ ആളുകൾ കളിയാക്കുന്നതും പറയുന്നതും ഒക്കെ ഒന്ന് കുറയും. ഈ ഫഹദ് ഫാസിലിനെയൊക്കെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി. പുള്ളിനൊക്കെ എന്തിടയ്ക്ക് ഫോളോ ചെയ്യൂ, അല്ലാതെ ഒരു ഊളപ്പടം എടുത്ത് വെച്ചിട്ട് അതിന് കുറ്റം പറയാൻ പാടില്ല, അതിനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നെഞ്ഞത്തേക്ക് കയറുക, അങ്ങനെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സിനൊക്കെ ഒരു ബലമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇത്രയും പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ അമ്മയെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കുകയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഈ അമ്മ സംഘടന എന്ന് പറയുന്ന ഒരുപാട് അവരിൽപ്പെട്ട അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കാണ്. അതല്ലാണ്ട് ഞാൻ ചോദിച്ചത് പുറത്തുള്ള ഇത്രയും ചർച്ച ചെയ്യാനും എല്ലാ വിഭാഗം ജനങ്ങളും കാണുന്ന ടെലിവിഷനിലും മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വന്ന് ചർച്ച ചെയ്ത് എന്നും ഈ ചർച്ച ഇങ്ങനെ നിലനിർത്തി വിവാദങ്ങളും പ്രശ്നങ്ങളും അതിന് എന്തുപകാരമാണ് അത്തരം കാര്യങ്ങൾ? ഈ സമൂഹത്തിന് എന്തുപകാരമാണ് ഈ അമ്മ സംഘടന കൊണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽപ്പെട്ട കുറേ ആളുകൾക്ക് 1000 രൂപ 2000 രൂപയൊക്കെ ഇവർ കൈനീട്ടം കൊടുക്കുന്നു. അതുപോലെ ഇവർ വലിയ ഷോകൾ നടത്തി അതിൻ്റെ ബെനിഫിറ്റ് ബാക്കിയുള്ള എല്ലാവർക്കും അംഗങ്ങൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിലൊന്നും നമുക്കൊരു എതിർപ്പുമില്ല. പക്ഷെ ചില ആളുകൾ ഇതൊക്കെ മുതലെടുത്ത് ഈ സംഘടനയുടെയൊക്കെ തലപ്പത്ത് കയറിപ്പറ്റി അതുകൊണ്ടുള്ള ഗുണങ്ങളെല്ലാം അനുഭവിച്ച് ഇങ്ങനെ തമ്മിത്തല്ലി ജീവിക്കുന്നു. ഇതൊക്കെ കേൾക്കാൻ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതൊക്കെ കേട്ട് ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരി, കലിപ്പ് തീരണില്ലല്ലേ?